2016 ശേഷം സ്വിഫ്റ്റ് വെലീനോ എസ്ക്രോസ് അതിനകത്തൊക്കെ വരുന്ന സ്റ്റീറിങ്ങുകളാണിത്. ഇത് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ റിപ്പയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ സ്റ്റിക്കി സ്റ്റീറിങ്ങുകൾ നമ്മൾ റെഡി ആയി കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ സ്റ്റിക്കി സ്റ്റീറിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മളൊരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ പുതിയതിന് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 35,000-40,000 രൂപ വില വരും. ഏത് വണ്ടിയായാലും 16 ശേഷമുള്ള വണ്ടികളൊക്കെ കംപ്ലൈന്റ് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് 35,000 കൊണ്ട് റെഡിയാക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ തുച്ഛമായ പൈസയ്ക്ക് ഗ്യാരന്റിയോടുകൂടി റെഡി ആയി കൊടുക്കും. ആൾട്ടോ സാധാരണ ഓർഡിനറി വണ്ടിയിൽ നമ്മൾ പവർ സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പവർ സ്റ്റിയറിംഗ് ആണിത്. ഈ റാഡ് ഉപയോഗിക്കാതെ തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കൈ കൊണ്ട് തിരിക്കുമ്പോൾ തന്നെ തിരിയുന്ന ടൈപ്പ് പവർ സ്റ്റിയറിംഗിലാണ് ഇവിടെ കയറ്റുന്നത്. ഇങ്ങനെയുള്ള പവർ സ്റ്റിയറിംഗിൽ കയറ്റിയാൽ മാത്രമേ വണ്ടിക്ക് റിട്ടേൺ വരുള്ളൂ. തിരിച്ചിട്ട് കൈ വിടുമ്പോൾ തിരിച്ചു വരുള്ളൂ. അല്ലാത്തത് കയറ്റി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഇത് ഒറിജിനൽ ജപ്പാൻ NSKയുടെ പവർ സ്റ്റിയറിംഗ് ആണ്. സെന്നിൽ കയറ്റുന്ന പവർ സ്റ്റിയറിംഗ് ആണ്. ഇതൊക്കെ തിരിയണത് നോക്കിയേ, ഇങ്ങനെ തിരിയും. ടൈപ്പ് 2ന്റെ പവർ സ്റ്റിയറിംഗ് മാത്രമേ നമ്മൾ കയറ്റാറുള്ളൂ. ഈ മോഡൽ ഇങ്ങനെ ടെലസ്കോപ്പിക് ടൈപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. ആ ടൈപ്പ് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ഈ സെന്നിൻ്റെ ഒക്കെ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 50 പീസെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും. ആൾട്ടോ ഒക്കെ ആണെങ്കിൽ 100 പീസിലധികം ഉണ്ടാവും. എല്ലാം ഇങ്ങനെ തിരിയും. ഫ്രീ ആയിട്ട് തിരിയണ സ്റ്റിയറിംഗ് മാത്രമേ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. അല്ലാത്തത് സ്ക്രാപ്പിൽ പൊട്ടിച്ചളയും.